കേരളത്തിലെ പല സ്ഥലത്തും ഇതുപോലെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ വലിയ ഭീഷണി നിലനിൽക്കുകയാണ്. ഞാനിവിടെ വന്നത് നിങ്ങൾ മലയാളം മനസ്സിലാക്കിക്കോ. എനിക്കിപ്പോ ഇവിടെ നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കുന്ന കാര്യമുണ്ടോ? നിങ്ങൾ ജനപ്രതിനിധിയല്ലേ? നിങ്ങൾ ഓരോരുത്തരെ വോട്ട് വാങ്ങി ജയിച്ചതല്ലേ? ഓരോ ആളുകളും സത്യത്തിൽ ജനങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഇത് ഒരിക്കലും ഇത്രയും ഒരു സ്ഥലം പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വനമേഖല കൂടിയാണ്. അത് കൃത്യമായിട്ട് പരിശോധിച്ച് പാരിസ്ഥിതിക പഠനം നടത്തി വേണം ഇതുപോലുള്ള വലിയ കോറികൾക്ക് അനുമതി കൊടുക്കാമെന്ന് നിയമം ഇരിക്കെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടുത്തെ കോറി ഉടമകൾ അതിനുള്ള ലൈസൻസ് സമ്പാദിച്ചിരിക്കുക. ഇതിൻ്റെ പിന്നിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുപോലെ പല ആളുകളുടെയും പിന്തുണ ഈ പ്രദേശത്തെ പല ആളുകളെയും സ്വാധീനിച്ച് അവരുടെ കൂടെ പിന്തുണയോടുകൂടി ഇവിടെ ഇത് നടത്തിക്കൊണ്ടുപോവുകയാണ്. ഈ കാര്യം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മുമ്പാകെ അറിയിക്കും. മന്ത്രിയെ നാളെ നേരിട്ട് കാണും. അതുപോലെ തന്നെ ഇവിടുത്തെ ആശങ്ക കേരളത്തിലെ പല സ്ഥലത്തും ഇതുപോലെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ വലിയ ഭീഷണി നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ അനങ്ങമലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആശങ്ക ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക അതിനെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുക്കും. മൂന്നാമത്തത് ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് കേരള മുഖ്യമന്ത്രിക്കും കത്ത് കൊടുക്കും എന്നുള്ള ഉറപ്പാണ് ഞാൻ ഈ സമരസമിതിക്കാർക്കും ഈ നാട്ടുകാർക്കും നൽകിയിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ വരും. അവിടുത്തെ അവസ്ഥ വോട്ടുകാരൻ ജയിച്ചത് അതെ, നിങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് കൊണ്ടാ ജയിച്ചു. ഞാനിവിടെ വന്നത് നിങ്ങൾ മലയാളം മനസ്സിലാക്കിക്കോ. എനിക്കിപ്പോ ഇവിടെ നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കുന്ന കാര്യമുണ്ടോ? ഞാനിവിടെ ആക്ഷൻ അതിനെ ഞാൻ വന്നത് അത് കേട്ടല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കാൻ ഓരോ വ്യക്തിനോട് നിങ്ങൾ വ്യക്തികളെ നിങ്ങൾ ജനപ്രതിനിധിയല്ലേ? നിങ്ങൾ ഓരോരുത്തരെ വോട്ട് വാങ്ങി ജയിച്ചതല്ലേ? ഓരോ ആളുകളും സാർ അങ്ങനെ പറയുകൊണ്ടല്ലേ അവര് തൊള്ളാറ്. സാറ് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റില്ലായിരുന്നു. മുതൽ 2032 വരെ 12 കൊല്ലം പൊട്ടിക്കാൻ അനുമതി കൊടുത്തപ്പോ നിങ്ങളെവിടെയായിരുന്നു? അനുമതിയുണ്ട്. കേട്ടല്ലോ. എനിക്ക് കിട്ടിയ കത്തിൻ്റെ നിങ്ങളുടെ ആക്ഷൻ കമ്മിറ്റി തന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിസ്ഥിതി മന്ത്രാലയത്തിനോട് നമ്മൾ ഇതിൻ്റെ ഒരു വിശദമായ പഠനം നടത്താൻ ആവശ്യം. പിന്നെ ഇവിടെ ഒരു കലാമിറ്റിയോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമോ ഉണ്ടാവാതിരിക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമുള്ള മന്ത്രി കത്ത് കൊടുക്കും. മൂന്നാമത് ഈ കാര്യം അന്വേഷിച്ച് വേണ്ട നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. ഇത് മൂന്നും നാളെ. പിന്നെ ഞങ്ങൾക്ക് അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പരിസ്ഥിതി മന്ത്രി അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അത് അമിത്ഷാ. രണ്ടാമത്തത് ഭൂപേന്ദ്രയാണ് പരിസ്ഥിതി പിന്നെ വകുപ്പിൻ്റെ മന്ത്രി, അയാൾക്ക് മൂന്നാമത് മുഖ്യമന്ത്രി. ഇതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. ചെയ്യാൻ കഴിയുന്ന കാര്യം കൂടി ഞാൻ പറയാം.
ഈ അനങ്ങമല എന്ന് പറയുന്നത് കാര്യങ്ങൾ പറയാ ആര് ചെയ്യാൻ പറ്റും ചെയ്യട്ടെ വെറുതെ സംസാരം എല്ലാവരും സംസാരം കേൾക്കാൻ ഇവരിങ്ങനെ തുള്ളി കളിച്ച് ഭാഗമാക്കിയോണ്ട് ഞാൻ പേടിക്കുന്നു. എനിക്ക് ഇവിടെ വരാച്ചാൽ ഇതെന്താന്ന് അന്വേഷിക്കാൻ അറിയാം. അങ്ങനെ എനിക്ക് ചെയ്യാനുള്ള മാർഗം അറിയാം. ഇനി ഞാൻ ചെയ്യേണ്ട കേൾക്കോ, ഞാൻ ചെയ്യേണ്ട മാർഗം ഇവരിന്റെ പഠിപ്പിച്ചെന്ന് അതെ. നീ ഒരു കാര്യം അങ്ങനെ ഒരാളുടെ പേര് ഇവിടെ വലിച്ചയക്കേണ്ട വല്ല അവിടുത്തെ അവസ്ഥ. ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ എം പിമാരും കൂടിയിട്ടാണ് പാർലമെന്റ് വരുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി കൊണ്ടുപോയി നിവേദനം കൊടുത്തിട്ടാണ് 1 മണിക്കൂർ ചർച്ച. എവിടെ ഇന്ത്യൻ പാർലമെന്റുകൾ രേഖകൾ വെച്ചു 1 മണിക്കൂർ ഇതിനെക്കുറിച്ച് കോഡിങ് അറ്റൻഷൻ കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും ഒപ്പിട്ട് കൊടുത്തിട്ടാണ് 1 മണിക്കൂർ ചർച്ച. അപ്പോൾ ഇപ്പോൾ നടന്ന ദുരന്തം അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ ദുരന്തത്തിന് ഇരയായ ആളുകളെ സംരക്ഷിക്കണം. അവരുടെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ ചർച്ച ലോക്സഭ വടകരയിൽ നടന്നു. അവിടെയും ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായി, നിരവധി വീടുകൾ നശിച്ചു. അവിടുത്തെ സാഹചര്യം അവിടുത്തെ എം പി പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചോദിച്ചുള്ളത് അനങ്ങമലയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടായി. ഞങ്ങളുടെ ഞാൻ ചോദിച്ചെന്തിനറിയാം, ആ ഇഷ്യൂ എൻ്റെ ലെറ്ററിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ല ഭംഗി വാക്കിലല്ല. 2019 ഞാൻ വന്നിട്ടുള്ള ആളാണെന്ന്. അന്നത്തെ പോലെ ഇപ്പോൾ ഉണ്ടായോ എന്ന് ചോദിച്ചത് മലയാളത്തിൽ അവരോട് ചോദിച്ചത്.